ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മന്ത്ലി എക്സ്പയറി ഡേറ്റ് ആയിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നല്ല രീതിക്ക് നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ അതിനും മാത്രമുള്ള ട്രേഡൊന്നും കിട്ടിയിട്ടില്ല. ഒരു ട്രേഡാണ് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടിയത് കേട്ടോ. അതൊരു 10-30 പോയിൻ്റ് അടുത്തേക്ക് പോയിട്ടുമുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്ന ഫുള്ള് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഇതാണ് നിഫ്റ്റി ലെവൽസ്. ഞാൻ ഈ 23.97 എന്ന് പറഞ്ഞ ലെവൽ ഓൾറെഡി വലിയൊരു റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. കുറച്ച് ദിവസമായിട്ട് സൈഡ് വേസ് തന്നെയാണ് മാർക്കറ്റ്. അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കണതും ഒരു സപ്പോർട്ടിൻ്റെ മുകളിൽ തന്നെയാണ് നിഫ്റ്റി. പിന്നെ നല്ല രീതിക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം കാണിച്ചു. പിന്നെ അങ്ങോട്ട് സൈഡ് വേസ് ആയിരുന്നു നിഫ്റ്റി ചെയ്തത് കേട്ടോ. ഇത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ബേസിക്കലി റെസിസ്റ്റൻസിൻ്റെ മുകളിൽ നിൽക്കണോണ്ട് തന്നെ ഒരു സി ട്രെൻഡാണ് നിഫ്റ്റിയിൽ നിൽക്കണത് കേട്ടോ. ബാങ്ക് നിഫ്റ്റി അങ്ങനെ തന്നെയാണ്, ഒരു സി ട്രെൻഡിന് തന്നെയാണ് നിൽക്കുന്നത്. സിയിലേക്ക് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. നമുക്കുണ്ടായിരുന്ന സ്ട്രൈക്കുകളൊക്കെ ഇതാണ്. ഇതാണ് നമുക്കുണ്ടായിരുന്ന ഒരു ട്രേഡ് നിഫ്റ്റി 23,500 സി ആണ്. ഇതൊരു 30 പോയിന്റ് പോയിട്ടുള്ള ട്രേഡാണ്. പക്ഷേ ഈ ട്രേഡിൽ നമുക്കൊരു റിസ്ക് എൻട്രി എന്ന് പറഞ്ഞ സംഭവം കൂടി ഞാൻ ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതാണ് 93.55 എന്ന് പറഞ്ഞ ലെവലാണ്. അത് റിസ്ക് എൻട്രി ആണെന്നുകൊണ്ട് തന്നെ കൊടുത്തത്. അത് നമ്മുടെ SL സ്വൈപ്പ് ചെയ്തിട്ട് മോളിക്ക് നല്ല രീതിക്ക് ബുള്ളിഷായി പോയി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായി. അതൊക്കെ ഈ ഗെയിമിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് കൺഫേം ആയിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ 128.10 എന്നുള്ള ലെവലിലാണ്. അവിടെ ഒരു 30 പോയിന്റ്. ഇപ്പോൾ ഇവിടെ ഒരു SL അടിച്ച ആൾക്കാർക്ക് ഇവിടെ ഈസി ആയിട്ട് SL റിക്കവർ ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ 2 ട്രേഡാണ് നിഫ്റ്റിയിൽ കിട്ടിയത്. വേറെ ട്രേഡ് കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിന്നിങ് റേഷ്യോ കുറവുള്ള എൻട്രീസാണ് അതൊക്കെ. പിന്നെ നമുക്കുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ഈ കാണുന്ന 4 എൻട്രീസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. 4 എൻട്രീസ് നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കി 27-ാം ഡേറ്റ് ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്ട് ചെയ്യണം. ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്തു. അപ്പോൾ തന്നെ ട്രേഡ് എടുക്കുക. അത് 60 പോയിന്റ്. ഇനി അവിടെ എടുക്കാൻ പറ്റിയില്ല. റീ എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതായത് പിന്നെയും ബയേഴ്സ് ലോസ് ചെയ്യണം. ഇത് ബയേഴ്സ് ലോസ് ചെയ്തു, ഇവിടെയും ബയേഴ്സ് ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ആയി. ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡ് ഇവിടെ നിന്ന് എടുത്തവർക്ക് ജസ്റ്റ് SL സ്വൈപ്പ് ചെയ്യും. എന്നിട്ട് മുകളിലേക്ക് കയറുമ്പോഴാണ് റീ എൻട്രി എന്ന് പറഞ്ഞ കേട്ടോ. വേറെ ഒന്നല്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ സംഭവം ഇവിടെയാണ് എൻട്രി വരുന്നത് കേട്ടോ. 5 ക്യാൻഡിൽ നിങ്ങൾക്ക് അവിടെ ലിമിറ്റിൽ എൻട്രി കിട്ടും. ആ എൻട്രിയാണ് 100 പോയിന്റ് പോയിക്കണത്. ഇനി ഈ ട്രേഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്ക് ഇത് വേറൊരു എൻട്രി അല്ല. ഇത് കറക്റ്റായിട്ട് ഇവർ ഈ ട്രേഡിൽ തന്നെ 100 പോയിന്റിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് മുകളിലൊന്ന് എൻട്രി ചെയ്യണം. മുകളിലൊരു 40 പോയിന്റ് എടുത്തൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു വേറെ എൻട്രി ഒരു 55 പോയിന്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. സെയിം സ്ട്രൈക്കിൽ തന്നെയാണ് 4 എൻട്രി കിട്ടിയാണത്. അപ്പോൾ ഇത്രയും ട്രേഡ് നമുക്ക് ആകെ ഉണ്ടായിട്ടുള്ളൂ. പറയത്തൊക്കെ വലിയ ട്രേഡുകളും ഓപ്പർച്യൂണിറ്റി ഒന്നും മാർക്കറ്റിലില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഗ്രൂപ്പിലും പറയാറുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉള്ള പോലെയാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി കുറവാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല അവിടെ, മനസ്സിലായില്ലേ. നമുക്ക് വെറുതെ ചാർട്ട് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് തന്നെ നോക്കി നമുക്ക് മനസ്സിലാവും. കാരണം 2 ട്രേഡ് കിട്ടി. കാരണം റിസ്ക് എന്ന് പറഞ്ഞ സംഭവം ഞാൻ വെച്ചേക്കാണ്. നമുക്ക് ഒരു ട്രേഡ് ആക്ച്വലായിട്ടുള്ള ട്രേഡ് അവിടെയാണെന്ന് തന്നെയാണ് ഗ്രൂപ്പിൽ പറഞ്ഞത്. മെയിനായിട്ട് ട്രേഡ് എടുക്കേണ്ട പ്രൈസ് മുകളിൽ തന്നെയാണെന്ന് പറഞ്ഞു. 128-ലാണ് ട്രേഡ് എടുക്കേണ്ടത് തന്നെയാണ് പറഞ്ഞത്. അവിടെ എടുത്തവർക്ക് 30 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് എൻട്രി ആയിരുന്നത്. മറ്റേത് റിസ്ക് എൻട്രി ആയതുകൊണ്ട് പിന്നെ അതിന് മാത്രം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ. വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാത്തൊരു മാർക്കറ്റാണ്. മന്തിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ്, മന്ത്ലി എക്സ്പയറി ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രഷറും സെല്ലേഴ്സിൻ്റെ പ്രഷറൊക്കെ മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രേഡിങ് സെറ്റപ്പ് ആയിരുന്നു ഇന്നത്തെ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ വെള്ളിയാഴ്ച ലാസ്റ്റ് ഡേ ആണ്. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.